നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 516th day. Today 10th sloka of Pradhama Skanda, first chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 516 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 1-ാം അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത 1-ാമത്തെ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകമാണ് പാരായണം ചെയ്യുന്നത്. ഓം പ്രായേണാൽപായുഷ സഭ്യ കലാവസ്മിൻ യുഗേ ജനാഃ മന്ദാസു മന്ദമദയോ മന്ദഭാഗ്യാഹ്യുപദ്രുതാ ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ. ഓം തത്സത്. പ്രായേണാൽപായുഷസഭ്യ കലാവസ്മിൻ യുഗേ ജനാഃ മന്ദാഃ മന്ദമദയോ സുമന്ദമദയോ മന്ദഭാഗ്യാഹ്യുപദ്രുതാഃ ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ. ഓം തത്സത്. ശൗനകാദികൾ വീണ്ടും പറയുകയാണ്. അല്ലയോ സഭ്യനായിട്ടുള്ളവനെ, സഭയിൽ യോഗ്യനായിട്ടുള്ളവനെ, സഭയിൽ യോഗ്യനായിട്ടുള്ളവനെ. സൂത പൗരാണികനെയാണ് ഇപ്രകാരം പരാമർശിക്കുന്നത്. ഈ കലിയുഗത്തിൽ എല്ലാ പ്രായേണ 3/4 ജനങ്ങളും, അധിക ജനങ്ങളും അല്പായുസുകളും, ഉത്സാഹം കുറഞ്ഞവരും, നന്നേ ബുദ്ധിയില്ലാത്തവരും, ഭാഗ്യമില്ലാത്തവരും, രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരും ഒക്കെ ആയിട്ടാണല്ലോ കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ളവർക്കാണെങ്കിൽ കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങളായിട്ട് പറയുന്ന കർമ്മങ്ങളാണെങ്കിലോ ഒരുപാട് ശാസ്ത്രങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്യാനും പറയപ്പെടുന്നു. അത് തുടർച്ചയായിട്ടുള്ള ശ്ലോകങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഉത്തമം എന്ന് ചോദിക്കുകയാണ്. അതിന് മുന്നേയുള്ള ശ്ലോകമാണിത്. ഈ കലിയുഗത്തിൽ ജനങ്ങൾ വളരെയേറെ മന്ദന്മാരായിട്ടും ഉത്സാഹം കുറഞ്ഞവരായിട്ടും പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരായിട്ടും ഒക്കെയാണ് കാണപ്പെടുന്നത്. അങ്ങനെയുള്ളവർക്ക് അനുഷ്ഠിക്കാനാണെങ്കിൽ അനേകം കർമ്മങ്ങളും പറയുന്നു എന്ന് ചോദിക്കുകയാണ് ഈ ശ്ലോകത്തിലെ കൂടി. കലിയുഗത്തിലെ ജനങ്ങളെയാണ് സൂത പൗരാണികന്മാർ എടുത്ത് കാണിക്കുന്നത്. കലിയുഗത്തിൽ മന്ദന്മാരായിരിക്കും, അല്പായുസുകളായിരിക്കും, ജനങ്ങൾക്ക് ഉത്സാഹമില്ലാതെയിരിക്കും, ബുദ്ധി കുറഞ്ഞവരായിരിക്കും, ഭാഗ്യം കുറഞ്ഞവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഭൂരീണി ഭൂരി കർമ്മ, പലതരം കേൾക്കാനും ചെയ്യുവാനുമായിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളും ശാസ്ത്രങ്ങളും പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. പല വിഭാഗത്തിലുള്ളവരും പറയുന്നു. ഉപദ്രുത എന്ന് പറഞ്ഞാൽ ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നവർ എന്ന് പറയുകയാണ്. ഭൂരി കർമാണി എന്ന് പറഞ്ഞാൽ ഒരുപാട് കർമ്മങ്ങളോട് കൂടിയത്. ഇങ്ങനെയുള്ള ഇവർക്ക് എന്താണ് പ്രതിവിധി എന്നായിരിക്കാം അടുത്ത ശ്ലോകത്തിൽ ചോദിക്കുന്നത്. ഈ ശ്ലോകത്തിൽ ഇത്ര വരെയാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. പ്രായേണാൽപായുഷസഭ്യ കലാവസ്മിൻ യുഗേ ജനാഃ മന്ദാസു മന്ദമദയോ മന്ദഭാഗ്യാഹ്യുപദ്രുതാഃ ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.